ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ 2019 ഇംഗ്ലീഷ് സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. Questions 1 to 5. Read the extract from the speech The Danger of a Single Story and answer the questions that follow. ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന സ്പീച്ചിലെ കുറച്ച് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Now, things changed when I discovered African books. There weren't many of them available and they weren't quite as easy to find as the foreign books. But when I read Chinua Achebe and Camaralaye, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. I started to write about things I recognized. I loved American and British books I read. They stirred my imagination and opened up new worlds for me. But African writers saved me from having a single story of what books are. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദി ആഫ്രിക്കൻ റൈറ്റേഴ്സ് അടിച്ച് റെഫർ ടു ദിസ് പാസേജ്. ഈ പാസേജിൽ അടിച്ച് റെഫർ ചെയ്ത ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിനോ അജ്ബെ ആൻഡ് കമാരലായെ, ഈ രണ്ട് ആൾക്കാരുടെ നെയിമാണ് അടിച്ചിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് അടിച്ച് റിയലൈസ് വെൻ ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ആഫ്രിക്കൻ ബുക്സ്. ആഫ്രിക്കൻ ബുക്സ് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അടിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അടിച്ച് റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹർ, എസ്പെഷ്യലി ഗേൾസ്, ഹാവ് ചോക്ലേറ്റ് സ്കിൻ, കാൺ ഫോം പോണി ടെയിൽസ് വിത്ത് എ കിങ്കി ഹെയർസ്, കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അതായത് സാഹിത്യത്തിൽ അവളെപ്പോലെ, അതായത് അടിച്ചിയെ പോലെ തന്നെ ചോക്ലേറ്റ് സ്കിന്നുള്ള പോണി ടെയിൽ കെട്ടാൻ പറ്റാത്ത, അതായത് നമുക്കറിയാം ആഫ്രിക്കക്കാരുടെയൊക്കെ ഹെയർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്, ആ ഹെയറിൽ അവർക്ക് പോണി ടെയിൽ കെട്ടാനായിട്ട് സാധിക്കില്ല. അതുപോലെയുള്ള അവരവരുടെ വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെയുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അടിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഇൻഫ്ലുവൻസ് ഹർ റൈറ്റിംഗ്. അടിച്ചിയുടെ എഴുത്തുകളിൽ എങ്ങനെയാണ് അമേരിക്കനും ബ്രിട്ടീഷ് ബുക്സും അവളെ ഇൻഫ്ലുവൻസ് ചെയ്തത്, സ്വാധീനിച്ചത്. ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് സ്റ്റിർഡ് ഹർ ഇമാജിനേഷൻ ആൻഡ് ഓപ്പൺ അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ ഹർ. അമേരിക്കനും ബ്രിട്ടീഷ് ബുക്സും അവളുടെ ഇമാജിനേഷൻ, അവളുടെ സങ്കല്പത്തെ ഒന്നും കൂടി ഉയർത്തുകയും കൂടാതെ അവളെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഫോർത്ത് വൺ, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് ഐഡൻറ്റിഫൈ സംതിങ് ഓർ സംവൺ. ഒരു ആളെയോ അല്ലെങ്കിൽ ഒന്നിനെയോ കണ്ടുപിടിച്ചോ എന്നുള്ള ഒരു മീനിങ് വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ എന്താണ്? റെക്കഗ്നൈസ് അഥവാ തിരിച്ചറിയുക. ഇൻ വാട്ട് വേ ഡിഡ് ദി റീഡിംഗ് ഓഫ് ആഫ്രിക്കൻ ബുക്സ് ഹെൽപ്പ് അഡിച്ചി. ആഫ്രിക്കൻ ബുക്സ് വായിക്കുന്നതിലൂടെ അടിച്ചിയെ എങ്ങനെയാണ് അത് സഹായിച്ചിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആഫ്രിക്കൻ ബുക്സ് ഹെൽപ്പഡ് ഹെർ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരഗ്രാഫ് നന്നായി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 6 തൊട്ട് 9 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നമ്മൾ ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നത്. ആ കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വരികൾ നന്നായി വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം വരികൾ നോക്കാം. Mavron, Mavron, the man has died while I slept in the chair. He roused his house out of its sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഐ റെഫർ ടു. ഇവിടെ ഐ എന്ന് റെഫർ ചെയ്തിട്ടുള്ളത് ആരെയാണ്? ഇറ്റ് ഈസ് ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗനെയാണ് ഇവിടെ ഐ എന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. വൈ ഡസ് ഹി റൈഡ് വിത്ത് ലിറ്റിൽ കെയർ. ലിറ്റിൽ കെയറോട് കൂടി ഫാദർ എന്തുകൊണ്ടാണ് റൈഡ് ചെയ്തത്? അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഹി റോഡ് വിത്ത് ലിറ്റിൽ കെയർ ആസ് ഹി ഹാസ് സ്ലെപ്റ്റ് ഫോർ എ വെരി ലോങ് ടൈം. ഒരുപാട് നേരം കിടന്നത് കൊണ്ടാണ് ഫാദർ ലിറ്റിൽ കെയറോട് കൂടി റൈഡ് ചെയ്തത്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദി പോം. ഈ കവിതയിൽ നിന്ന് ഒരു വിഷ്വൽ ഇമേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വിഷ്വൽ ഇമേജ് ഈസ് ബ്രോട്ട് ഔട്ട് ഇൻ ദി വേൾഡ്സ് റോക്കി ലെയിൻ ആൻഡ് ഫെൻ. റോക്കി ലെയിൻ ആൻഡ് ഫെൻ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഇമേജാണ്. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് ആപ്പൺ വൈൽ ദി ഫാദർ സ്ലെപ്റ്റ് ഇൻ ദി ചെയർ. ഫാദർ കസേരയിൽ ഉറങ്ങിയതിനു ശേഷം എന്ത് സംഭവിച്ചു? ദി മാൻ ഹാസ് ഡൈഡ് വൈൽ ഹി സ്ലെപ്റ്റ് ഇൻ ദി ചെയർ. കസേരയിൽ കിടന്ന സമയത്ത് ആ മനുഷ്യൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. 10th ക്വസ്റ്റ്യൻ, റീഡ് ദി ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോം പോയട്രി ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ദി തീം, ഇമേജ് ആൻഡ് പോയറ്റിക് ഡിവൈസ്. ഇവിടെ നമുക്ക് പോയട്രി എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്.
ഈ വരികളെ ആസ്പദമാക്കിയിട്ട് നമ്മളോട് ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ആസ്വാദനം പോലെ. അപ്രിസിയേഷനിൽ നമ്മൾ ഈ പോയത്തിലുള്ള തീം, ഇമേജസ്, പോയറ്റിക് ഡിവൈസസ് എല്ലാം ഉൾപ്പെടുത്തണം. അത് നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് നോക്കാം. And I, infinitesimal being, drunk with the great, starry, void, likeness, image of mystery, felt myself a poor part of the abyss. I wheeled with stars, my heart broke loose on the wind. ഇനി നമുക്ക് ഈ ലൈൻസിൻ്റെ ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കാം. The poet Pablo Neruda, in his poem Poetry, described how he became a poet. He tells us that the first seed of poetry came into him at the early age of his life. For that he used a combination of works, infinitesimal being, but he is still unaware of fact that from where it has come. The poet uses certain poetic devices for describing the arrival of his poetic talent even without his own language. For the dramatic presentation of the same, he uses every possible techniques. The artsimile, alliteration, assonance, hyperbole, etc. Images are very beautifully depicted. Drunk with greed, starry void, image of mystery, poor part of his abyss, wheeled with stars, etc. Hyperbole is very efficiently used in the poem. Example can be cited as drunk with the great starry void, wheeled with stars, heart broke loose on the wind. ഇതുപോലെയാണ് അപ്രിസിയേഷൻ തയ്യാറാക്കേണ്ടത്. കൂട്ടുകാർക്ക് ഈ അപ്രിസിയേഷൻ പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജ് നന്നായി വായിച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. Sir C.P. Ramaswamy Iyer was a perfect host. A few hours before the guests turned up, C.P. would personally inspect the rooms to satisfy himself that everything was in order. Often a car would be sent to pick the guest up from the railway station. When the guest stepped out of the vehicle at the portico of the grove, he or she would be personally received by C.P. and his aides, often with a garland and a bouquet. By now, C.P. had evolved into a marvelous conversationalist. It may be appropriate here to isolate the elements whose fusion resulted in magic of his conversation. First of all, C.P. was profoundly learned and highly informed. He had memorized thousands of quotations in several languages. He constantly steered the talk towards areas which would interest his partner. He was a perfect listener. He enjoyed few things better than the cut and thrust of debate. But he never allowed the arguments to become heated. When his partner made a valid point, he cried, "Touch!" He apologized frequently and thanked even more. He was graceful in defeat and chivalrous in victory. He had a sense of humor. His words were always carefully chosen. He had mastered the trick of replacing his words with a gesture or with silence. Questions നോക്കാം. Why do you call Sir C.P. a perfect host? എന്തുകൊണ്ടാണ് Sir C.P. a perfect host എന്ന് വിളിക്കുന്നത്? We call Sir C.P. a perfect host because he used to personally inspect the rooms to satisfy himself that everything was in order. Often a car would be sent to pick up the guest from the railway station. 12th question. How did C.P. receive his guest at the portico? പോർട്ടിക്കോയിൽ നിന്ന് ഗസ്റ്റിനെ എങ്ങനെയാണ് C.P. റിസീവ് ചെയ്യുന്നത്? When the guest stepped out of the vehicle at the portico, he or she would be personally received by C.P. and his aides with garland and bouquet. 13th question. What is it that he did not appreciate in a conversation? It was heated arguments that C.P. did not appreciate in a conversation. 14th question. What skill did he master? എന്ത് സ്കില്ലാണ് അദ്ദേഹം മാസ്റ്റർ ചെയ്തത്? He had memorized thousands of quotations in several languages ready to use in conversations. Last question. Pick out the word from the passage that means an assistant. ഇവിടെ assistant എന്ന മീനിങ് ഉള്ള വേർഡ് ഏതാണ്? aids. ഇനി നമുക്ക് 16th question നോക്കാം. Prepare a profile of William Butler Yeats based on the hints given below. Use appropriate linkers whenever necessary. ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന പോം രചിച്ചത് ആരായിരുന്നു? വില്യം ബട്ട്ലർ റീഡ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചതും എവിടെയാണ് ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി, കരിയർ, നോട്ടബിൾ വർക്ക്സ്, അവാർഡ്സ്, ഡെത്ത്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പാഠം കഴിയുമ്പോഴും നമുക്കവിടെ അത് എഴുതിയ ആൾക്കാരുടെ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. W.B. Yeats was born on June 13, 1865 in Ireland. He was famous as an Irish poet.
He is a well-known poet, author, playwright, co-founder of Irish Literary Revival. He was awarded the Nobel Prize in Literature in 1923. His notable works are The Second Coming, Sailing to Byzantium, A Prayer for My Daughter. He passed away on January 28, 1939. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. കൂട്ടുകാരും ഇതുപോലെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി 17th ക്വസ്റ്റ്യൻ നോക്കാം. Today we see an increasing number of backward, maladjusted and delinquent youth in our society. They are required to be placed in a healthy environment so that they can go back to the world. Taking hints from the lesson, The Best Investment I Ever Made, prepare a write-up on the need of rehabilitating derelict adolescents. ഇവിടെ നമുക്ക് കുറച്ച് ഹിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻക്രീസിങ് കേസസ് ഓഫ് ജുവനൽ ഡെലിക്വൻസ്, പ്രൊവൈഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ്, കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ്, ട്രെയിൻഡ് ഇൻ സ്കിൽസ്, മെയ്ഡ് വർത്തി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. നമ്മളോട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ ബേസ്ഡ് ആയിട്ടാണ് റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്? നീഡ് ഫോർ റീഹാബിലിറ്റേറ്റിംഗ് derelict adolescents. Today's youth are tomorrow's citizens. They have to drive the country forward. They have some responsibilities to the country and the society. In this story, The Best Investment I Ever Made, Mr. John, who has been struggling to bring back the maladjusted and delinquent youth to the mainstream of the society. Once he was also a victim of loose society, but he improved himself and came back as a good citizen. It is our duty to take derelict adolescents from the juvenile courts and placing them in a healthy environment, heal them in mind and body and send them back into the world. They want to give one training in a useful handicraft which made them to fit to their place as worthy members of the society. In 18th question നോക്കാം. After meeting the principal, Martha sadly realizes that the scholarship jacket would go to John. She feels extremely sad and tells her sister Rosie about the day's event. Prepare the likely narrative. ആ നരേറ്റീവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. You may begin like this. Today, a principal called me up to his office and told. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആ നരേറ്റീവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. Today, the principal called me up to his office and told. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നരേറ്റീവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൂട്ടുകാരെല്ലാവരും പാഠം നന്നായിട്ട് വായിക്കും. 3-4 തവണ വായിച്ചിട്ട് ഈ നരേറ്റീവ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. 19th question. The young man is brought back to life by the timely intervention of the doctor, the surgeon and the landlady. They could not believe that the young man tried to commit suicide for a paltry sum. Later the doctor and the surgeon had a conversation about it. That the likely conversation. നമുക്കറിയാം ഡോക്ടറിൻ്റെയും സർജൻ്റിൻ്റെയും ലാൻഡ് ലേഡിയുടെയും ഇടപെടൽ മൂലമാണ് ആ യങ് മാൻ, അതായത് മിസ്റ്റർ ജോൺ, തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ യങ് മാൻ അഥവാ മിസ്റ്റർ ജോൺ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി സൂയിസൈഡ് ചെയ്യാൻ തുനിഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ലേറ്റർ ദി ഡോക്ടർ ആൻഡ് സർജൻ ഹാഡ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. അങ്ങനെ ഇതിനെക്കുറിച്ച് സർജനും ഡോക്ടറും തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നടക്കുകയാണ്. അവർ തമ്മിലൊരു സംസാരം നടക്കുകയാണ്. ആ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. 20th ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ സ്മിത്ത് ഈസ് അൺഹാപ്പി അബൌട്ട് ദിസ് സഡൻ ചേഞ്ച് ഇൻ പോളിസി റിഗാർഡിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദി ചെയർമാൻ ഓഫ് ദി ബോർഡ് എക്സ്പ്രസിംഗ് ഹിസ് ഡിസ്അഗ്രിമെൻറ്റ്. റൈറ്റ് ദി ലൈക്ലി ലെറ്റർ. ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ചെയർമാൻ ഓഫ് ദി ബോർഡ്. ആരാണ് ലെറ്റർ എഴുതുന്നത്? മിസ്റ്റർ സ്മിത്ത്. നമുക്കൊരു ലെറ്റർ എഴുതി നോക്കാം. ദി മാനേജ്മെൻറ്റ് കമ്മിറ്റി ABC സീനിയർ സെക്കൻഡറി സ്കൂൾ. I am writing this letter as I am deeply concerned about the policy change regarding the scholarship jacket. It is the school's tradition, which is carried out every year, to award the beautiful gold and green jacket to the class valedictorian, the student who maintains the highest grade for 8 years. Martha, as we all know, is undoubtedly the only deserving candidate as she has straight A+ average. She has worked hard with great conviction and dedication to achieve her goal. I consider it appropriate and against the rule of our institution to falsify records and bring out a sudden change in the policy to please a particular individual. Our institution has a tradition of bringing out the best in our students. This change in policy refutes all our beliefs. Moreover, it is saddening to hurt the sentiments of a young girl who has worked so hard. Hence, I request the management to reconsider the change in policy and arrive at a favorite decision. Yours faithfully, Mr. Smith. 21. The shooting at Nottingham was an unsuccessful attempt, yet a memorable experience for Satyajit Ray. He decides to write it down in his diary. Write the likely diary entry. സത്യജിത്ത് റായിൻ്റെ നോട്ടംഗ്രാമിൽ നിന്നുള്ള ഷൂട്ടിങ്ങിന് ശേഷമുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Question number 22. Mr. John was honored by the United States Department of Justice
for his dedicated service of over 15 years in rehabilitating delinquents. The report appeared in newspaper next day. Write the likely news report. ഇവിടെ നമുക്ക് സാമ്പിളായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് നോക്കാം. US United States 07 September Monday 1957. Mr. John was honored by the US Department of Justice for his dedicated service of over 15 years in the rehabilitation of juvenile delinquents. He noted his thanks to the organization. After receiving the award, he go through his memories and delivered an inspirational speech. He pointed out his motivation for his works. Mr. John acted as a director of charitable organization which devoted for the care of boys and girls mainly from city slums. His aim is to bring back the maladjusted and delinquent youth in the mainstream of society. When he was young, he was lonely and utterly friendless. He attempted suicide, but a doctor, surgeon, and a landlady bring back him to the reality. This made him to serve for the society. After his delighted speech, the crowd made a big applause for him. He jotted his message as the best investment in our life is the good relationship that we maintain more than money. Martha is a dedicated student who worked hard to achieve her dream, the scholarship jacket. Attempt the character sketch of Martha. മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പല എക്സാമുകളിലും റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച്. അതുകൊണ്ട് തന്നെ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചിരിക്കൽ മസ്റ്റാണ്. നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് നോക്കാം. മാർത്ത ഇസ് എ 14-year-old girl who is studying in an old Texas school. She is a sensitive and sensible girl with strong will. She is very intelligent and hardworking. She wants to become the valedictorian. The student who had been maintaining straight A grade for 8 years and thereby wants to win the most prestigious scholarship jacket which is given to the valedictorian during 8th grade graduation. She is very thin girl without a curve anywhere in the body. It make her disappointment. Her friends ridiculed her called bean pole or string bean. She belonged to a very poor family. Her father was a farm laborer. As he couldn't earn enough money to feed 8 children, Martha was given to her grandparents to raise at the age of 6. She was very agile and athletic, but her poverty stopped her from participating in school sports. Martha faces real conflict when she happens to overhear the argument between her two teachers about her. It makes mental breakdown in Martha, but she shows her courage and confidence by taking the decision of looking straight into the eyes of her principal, who blindly takes unjustifiable decision. Martha loves her grandparents very much. Even in extreme distress, she hides her tears from her grandma, thinking not to worry her. She approaches her grandpa for asking money in a well-planned and matured manner. She is so sharp to realize that the scholarship jacket is not a thing to buy, even without an answer from her granddad. Though angry and disappointment, she deals things with great maturity. The way she tells her final decision to the principal proves her a girl with high self-respect and dignity. Her decency is praiseworthy. She is a character who leaves a profound impact on the reader. അടുത്തതായിട്ട് ഒരു റിവ്യൂ തയ്യാറാക്കാനാണ്. യു ഹാവ് റീഡ് ദി സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റർ ഷൂ ബൈ മാജിദ് മാജിദി. അറ്റംപ്റ്റ് ദി റിവ്യൂ ഓഫ് ദി സ്ക്രീൻ പ്ലേ. നമ്മൾ മൈ സിസ്റ്റർ ഷൂ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ കണ്ടിട്ടുണ്ട്. ആ സ്ക്രീൻ പ്ലേൻ്റെ റിവ്യൂ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 25th question. You get an opportunity to do an online interview with Nigerian author Chinmanantha Ngozi. Prepare 6 questions that you might ask her. നമുക്ക് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്താൻ ഒരു അവസരം കിട്ടി. ആരുമായിട്ട്? ചിന്മാനന്ദ നഗോഷി അഡിച്ചിയുമായിട്ട്. അവരോട് ചോദിക്കാവുന്ന 6 ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെല്ലാം ചോദിക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ സ്പീച്ച് ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇസ് എ വെരി ഇൻസ്പയറിംഗ് വൺ. വാട്ട് പ്രോംപ്റ്റഡ് യു ടു കം അപ്പ് വിത്ത് സച്ച് എ ടോപ്പിക്? സെക്കൻഡ്. ഇഫ് യു were not an African, would your life be a better one? Third, why did you say that single stories are partially true? Fourth, are you completely free from such prejudices now? Fifth, according to you, how can we assist people in a right way? Sixth question, how did you free yourself from the danger of single stories? 7, what is the way to escape from the danger of single stories? Last question, Africans have been subjected to racial prejudices and discriminations for years.
Can it be ended if people stop making single stories? If yes, how? Next question editing ആണ്. Complete the following passage using appropriate forms of phrasal verbs given in brackets. Phrasal verbs ഉപയോഗിച്ച് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമുക്ക് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. എ ജി ക്രോണിംഗ് ഡാഷ് on a journey from New York. He dash a man in his ship who was diffident and shy. Later compelled by his wife, the man dashed to talk to A.J. Cronin. Both of them dash very well. ഇവിടെ എ എന്നുള്ളിടത്ത് എന്താ വരിക? സെറ്റ് ഔട്ട് എന്നാണ് വരിക. എ ജി ക്രോണിൻ സെറ്റ് ഔട്ട് ഓൺ എ ജേർണി ഫ്രം ന്യൂയോർക്ക്. ഹി ഡാഷ് എ മാൻ ഇൻ ദി ഷിപ്പ് ഹു വാസ് ഡിഫിഡൻറ്റ് ആൻഡ് ഷൈ. ബി എന്നുള്ളത് കെയിം എക്രോസ് എന്നാണ് വരിക. ഹി കെയിം എക്രോസ് എ മാൻ ഇൻ ദി ഷിപ്പ് ഹു വാസ് ഡിഫിഡൻറ്റ് ആൻഡ് ഷൈ. ലേറ്റർ കമ്പൽഡ് ബൈ ഹിസ് വൈഫ്, ദി മാൻ ഡാഷ് ടു ടോക്ക് ടു എ ജി ക്രോണിൻ. സി എന്നുള്ളത് കെയിം ഫോർവേഡ് എന്നാണ് വരിക. കെയിം ഫോർവേഡ്. ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും ഡാഷ് വെരി വെൽ. ഡി എന്നുള്ളിടത്ത് ഗെറ്റ് അലോങ് എന്നാണ് വരിക. ബോത്ത് ഓഫ് ദം ഗെറ്റ് അലോങ് വെരി വെൽ. 27th question. Read the following conversation and complete the sentence choosing the suitable answer from the options given. ഇവിടെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. സർജൻ, ഹൗ മച്ച് മണി ഡിഡ് യു സ്റ്റീൽ? യങ് ലാഡ്, ഐ ടുക്ക് 7 pounds and 10 shillings. ഇവിടെ നമ്മളോട് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദി സർജൻ ആസ്ക്ഡ് ദി യങ് ലാഡ് ഡാഷ്. എന്താണ് ചോദിച്ചത്? ഹൗ മച്ച് മണി ഹാഡ് ഹി സ്റ്റീൽ? ഹൗ മച്ച് മണി ഡിഡ് ഹി സ്റ്റീൽ? ഹൗ മച്ച് മണി ഹി ഹാഡ് സ്റ്റോളൻ? ഹൗ മച്ച് മണി ഹാഡ് ഹി സ്റ്റോളൻ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഹൗ മച്ച് മണി ഹി ഹാഡ് സ്റ്റോളൻ. സെക്കൻഡ് വൺ, ദി യങ് ലാഡ് റിപ്ലൈഡ് ദാറ്റ്. യങ് ലാഡ് എന്താണ് റിപ്ലൈ കൊടുത്തത്? ഹി ടുക്ക് 7 pounds and 10 shillings. ഐ ടുക്ക് 7 pounds and 10 shillings. ഹി ഹാഡ് ടേക്കൺ 7 pounds and 10 shillings. ഹി ഹാസ് ടേക്കൺ 7 pounds and 10 shillings. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഹി ഹാഡ് ടേക്കൺ 7 pounds and 10 shillings. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് കൂട്ടുകാർ. ഗ്രാമർ പഠിക്കുമ്പോൾ അതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് മെയിനായി പഠിച്ചിരിക്കണം. കംപ്ലീറ്റ് ദി കോൺവേഴ്സേഷൻ സ്യൂറ്റബിളി. ഇവിടെ കോൺവേഴ്സേഷൻ തന്നിട്ടുണ്ട്, മാർത്തയും ഗ്രാൻഡ് പേയും തമ്മിലുള്ള. ആ കോൺവേഴ്സേഷനിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാർത്ത ഗ്രാൻഡ് പേയോട് പറയും, ഗ്രാൻഡ് പാ, ഐ ഹാവ് സംതിങ് അൺപ്ലസൻറ്റ് ടു ടെൽ യു. നമ്മൾ ഗ്രാൻഡ് പേ എന്ന് പറയും, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? മാർത്ത, ദ പ്രിൻസിപ്പൽ സീസ് ദാറ്റ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. അപ്പോൾ ഗ്രാൻഡ് പേ എന്ന് പറഞ്ഞു, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. ഹാസിൻഡ് ഇറ്റ്? അവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഹാസിൻഡ് ഇറ്റ്. മാർത്ത, യെസ്, ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15 ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ്. ഗ്രാൻഡ് പേ എന്ന് പറഞ്ഞു, മാർത്ത, ഇഫ് യു ആർ ഗോയിങ് ടു പേ ഫോർ ഇറ്റ്, ഇറ്റ് വിൽ നോട്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നീ അതിനെ പേ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുകയില്ല. അപ്പോൾ മാർത്ത എന്ന് പറഞ്ഞു, വിൽ യു പേ ദ $50? നിങ്ങൾ ആ $50 അടയ്ക്കുമോ? ഗ്രാൻഡ് പേ എന്ന് പറഞ്ഞു, നോ, ഐ വോണ്ട് പേ ദി $50. ഞാൻ ആ $50 അടയ്ക്കില്ല, പേ ചെയ്യൂല. സപ്ലൈ ദി മിസ്സിംഗ് വേർഡ്സ് ഇൻ ദി ഫോളോയിങ് പാസേജ്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ ചില വേർഡ്സൊക്കെ മിസ്സിംഗ് ആണ്. അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദി യങ്ങർ ബ്രദർ ബിക്കെയിം ഡാഷ് വാണ്ടറർ. അവിടെ എന്താണ് വരുന്നത്? എ ആണ്. ദി യങ്ങർ ബ്രദർ ബിക്കെയിം എ വാണ്ടറർ. ഹി അറൈവഡ് വൺ ഡേ ഡാഷ് ദി ഹൗസ് ഓഫ് ദി എൽഡർ ബ്രദർ. അവിടെ വരുന്നത് അറ്റ് ആണ്. ഹി അറൈവഡ് വൺ ഡേ അറ്റ് ദി ഹൗസ് ഓഫ് ദി എൽഡർ ബ്രദർ. ദി എൽഡർ ബ്രദർ വാസ് ലിവിങ് ഡാഷ് എ വില്ലേജ്. അവിടെ വരുന്നത് എന്താണ്? ഇൻ ആണ്. ദി എൽഡർ ബ്രദർ വാസ് ലിവിങ് ഇൻ എ വില്ലേജ് ആൻഡ് ഹാഡ് ഗ്രൗൺ നെയ്തർ റിച്ച് ഡാഷ് പുവർ. അവിടെ വരുന്നത് നോർ ആണ്. ഗ്രോൺ നെയ്തർ റിച്ച് നോർ പുവർ. ദ ടു ബ്രദേഴ്സ് റീജോയ്സഡ് അറ്റ് സീയിങ് ഈച്ച് അതർ. ഇങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. ദി തേർഡ് വൺ, ദർ ആർ സം ഇറേഴ്സ് ഇൻ ദി ഫോളോയിങ് പാസേജ്. ദി ഇറേഴ്സ് ആർ അണ്ടർലൈൻഡ്, എഡിറ്റ് ദം. ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇറേഴ്സ് ഉണ്ട്, അതായത് ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തെറ്റുകളെല്ലാം അണ്ടർലൈൻ ഇട്ട് തന്നിട്ടുണ്ട്, അത് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യണം. എ ജി ക്രോണിംഗ് വാസ് ട്രാവലിംഗ് ഫ്രം അമേരിക്ക ടു ലണ്ടൻ. ഇവിടെ ട്രാവൽ എന്നുള്ളത് ട്രാവലിംഗ് എന്നാവും. ഓൺ ദി ഷിപ്പ് ഹി മെറ്റ് മിസ്റ്റർ ജോൺ ഹൂം വാസ് എ സോളിസിറ്റർ ഇൻ ലണ്ടൻ. ഇവിടെ ഹൂം എന്നുള്ളത് ഹൂ ആവും. ഹൂ വാസ് എ സോളിസിറ്റർ ഇൻ ലണ്ടൻ. ക്രോണിൻ സേവ്സ് യങ് ജോൺസ് ലൈഫ് 25 years ago. ഇവിടെ സേവ്സ് എന്നുള്ളത് സേവ് ആവും. ക്രോണിൻ സേവ് യങ് ജോൺസ് ലൈഫ് 25 years ago. John had stolen some money from his office. Terrified of prosecution, he had himself shut in his room and attempted suicide. ഇവിടെ ഹിംസെൽഫ് ഷട്ട് എന്നുള്ളത് ഷട്ട് ഹിംസെൽഫ് എന്നാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 13 നോക്കാം. ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ നമുക്ക് 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹിസ് ഫേസ് ലുക്ക്ഡ് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ്. ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദി ബസ്. My grandfather went back to hoeing the weeds and I turned to leave. In the first sentence, they linger and connect two adjectives.
In the second sentence, and is used to combine two verb phrases, and in the third sentence, and is used to combine two sentences. Now frame three sentences in the same pattern. ഇതേ പാറ്റേണിലുള്ള 3 സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ടീച്ചർ ഈസ് വെരി സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. ഐ ഗിവ് മൈ കിഡ് എ ബർത്ത്ഡേ പ്രസൻറ്റ് ആൻഡ് കിസ്ഡ് ഹർ ഫോർഹെഡ്. ഐ ഡ്രോപ്പ്ഡ് മൈ ഡോട്ടർ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് വെൻ എവേ ഫ്രം മൈ ഡ്യൂട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗിവൺ ബിലോ ഈസ് എ ഇറ്റിനറി ഓഫ് എ ടൂർ ഓർഗനൈസ്ഡ് ബൈ സോഷ്യൽ സയൻസ് ക്ലബ് ഫോർ ദി സ്റ്റുഡൻസ്. റീഡ് ദ ഇറ്റിനറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് ടൂറുമായി ബന്ധപ്പെട്ട ഒരു ഇറ്റിനറിയാണ് തന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ല. ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്